ഹായ് ഫ്രണ്ട്സ്, ഗുഡ് ഈവനിങ്. അപ്പോൾ ഇന്ന് പുഴയിൽ കക്ക വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് വാങ്ങിക്കാൻ പോണതിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ കുറേ നാളായിട്ടുണ്ട് കക്ക വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ടിരിക്കണതേ. അപ്പോൾ നമുക്ക് വാങ്ങിക്കാൻ പോവാം. കക്ക വാങ്ങിക്കാൻ പോവാണേ. കുറേ നാളായിട്ടുണ്ട് പുഴയിൽ കക്ക വന്നിട്ട്. ഞങ്ങളൊക്കെ പുഴയിൽ കക്ക വരുമ്പോൾ മാത്രമാണ് വാങ്ങിക്കാറുള്ളൂ. ഇപ്പോൾ അങ്ങനെ പുറത്തുനിന്ന് വന്ന് വാങ്ങിച്ചിട്ട് അങ്ങനെ വെക്കാറില്ല. അപ്പോൾ പുഴയിൽ വരുന്ന കക്കയാകുമ്പോൾ നല്ല ഫ്രഷ് കക്കയായിരിക്കും. അപ്പോൾ സൺഡേ കാരണം ഇപ്പം ഇന്ന് വാങ്ങിക്കാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ വിളി വന്നു. മീൻകാരുടെ പോലെയല്ല കക്കക്കാർ പുഴയിൽ വിളിക്കുമ്പോൾ വേറൊരു തരം പ്രത്യേക വിളിയാട്ടോ. അപ്പോൾ ആ വിളി കേൾക്കുമ്പോൾ നമ്മളും തിരിച്ച് അങ്ങോട്ട് പോകുമെന്ന് വിളിച്ചാൽ അപ്പോൾ അവർ നമ്മുടെ വിളി കേട്ടിട്ട് ഇങ്ങോട്ട് നമ്മുടെ അടുത്തേക്ക് വരും. അപ്പോൾ ഞാൻ അങ്ങോട്ട് അവർ വിളിച്ചിരിക്കണ കേട്ടപ്പോൾ ഞാൻ ഇവിടുന്ന് വിളിച്ചപ്പോൾ അവർ മറുപടി തന്നു. എന്നിട്ടിപ്പോൾ അവർ അവിടെ കക്ക കൊടുക്കണം അകലെ. എന്നിട്ട് അത് കഴിഞ്ഞ് നമ്മുടെ അടുത്തേക്ക് വരും കേട്ടോ. ₹100 പറഞ്ഞിട്ട് ഞാൻ പിന്നെ ഒരു ₹50 കൂടി വാങ്ങിച്ചു കേട്ടോ. എന്നിട്ട് പോകുമ്പോൾ അപ്പോൾ അപ്പുറത്തെ ടീച്ചറെ വീട്ടിൽ നിന്ന് മാങ്ങ കൂടി ടീച്ചർ പൊട്ടിച്ചു തന്നു. അപ്പോൾ അതും കൂടി വാങ്ങിച്ച് ഞാൻ ഇനി ഇതുകൊണ്ട് നല്ല പണിയുണ്ട്. ഇന്നത്തെ പണി മുഴുവൻ ഇതിന്മേൽ ഇരിക്കേണ്ടി വരും. അപ്പം അമ്മ കക്കയൊക്കെ വൃത്തിയാക്കി പറഞ്ഞാൽ അതിൽ അഴുക്കും ചെയ്തൊക്കെ ഉണ്ടാവും. അതൊക്കെ തിരഞ്ഞ് പിന്നെ നന്നായി കഴുകിയിട്ട് പിന്നെ നമ്മളത് വെള്ളമൊന്നും ഒഴിക്കാണ്ട് കലത്തിലിട്ടിട്ട് കത്തിക്കണം. അപ്പോൾ കത്തിക്കുമ്പോൾ അത് തിളച്ചിട്ട് അതിൽ നിന്ന് വെള്ളം ആ കക്കയുടെ ഉള്ളിലുള്ള വെള്ളം പുറത്തേക്ക് വരും, തിളച്ച് പൊന്തും. അങ്ങനെ എല്ലാ കക്കയും തൊണ്ട് വിടർന്നിട്ട് വരുമ്പോൾ നമ്മളത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ തീയായിട്ട് വേണം കത്തിക്കാൻ കേട്ടോ. എന്നിട്ട് എല്ലാതും നന്നായി തിളച്ച് പൊന്തി വന്നാൽ നമുക്കത് ഇറക്കിയിട്ട് ഊറ്റി വേറെ പാത്രത്തിൽ ചൂടാറിട്ട് വെച്ചിട്ട് പിന്നെ നമുക്ക് നല്ല പണിയാണ് അറെടുക്കണ പണി. പിന്നെ ചെറിയ കക്കയായിരുന്നു, ₹150 വാങ്ങിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഞാൻ ചെറുതായ കാരണം കുറച്ചുണ്ടാവുള്ളൂ എന്ന് വെച്ചിട്ട് അത്ര വാങ്ങിച്ച്. എന്നിട്ട് പണി കഴിയണോടില്ല. ഞാനും മോളും അമ്മയും കൂടി ഇരുന്നിട്ട് വൃത്തിയാക്കി. ചെറുതായ കാരണം അധികം അഴുക്കുണ്ടാവില്ല കേട്ടോ അതിൻ്റെ ഉള്ളിൽ. എന്നാലും കുറേ വലുതിൻ്റെയൊക്കെ അഴുക്ക് കളഞ്ഞു. ഒന്ന് നമുക്ക് കറി വയ്ക്കും വേണം, വറക്കും വേണം. അപ്പോൾ കറി വയ്ക്കാനായിട്ട് മഞ്ഞൾപ്പൊടി, മുളകും പൊടി, ഞങ്ങളുടെ മുളകും പൊടിക്ക് നല്ല എരിവുള്ള കാരണം ഞാൻ 1.5 ടീസ്പൂൺ മുളകും പൊടി എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ മല്ലിപ്പൊടി ഒരു തരി, ചിലവരിടില്ല, ഞാനൊരു തരി ഒരു 1/2 ടീസ്പൂൺ ഇടും. പിന്നെ നല്ല മാങ്ങ, നല്ല പുളി വേണം കക്കയ്ക്ക് കൂട്ടാൻ വയ്ക്കുമ്പോൾ. അപ്പോൾ മാങ്ങ, പച്ചമുളക്, ഇഞ്ചി അതൊക്കെ ഇട്ടിട്ട് പിന്നെ കുറച്ച് കക്ക അതിൻ്റെ ഇടയിൽ ഞാൻ കക്ക കഴുകി നന്നായി വൃത്തിയാക്കി കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് കുറച്ച് കക്കയും കൂടി ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പിട്ടിട്ട് നമ്മൾ അടുപ്പത്ത് വെച്ചു. അത് നന്നായി തിളച്ച് വറ്റി വരുമ്പോൾ നമ്മളതിൽ ഈ കക്ക ഊറ്റി വേവിച്ചിട്ട് ഊറ്റി മാറ്റി വെച്ചിട്ടുള്ള വെള്ളം, കുറച്ച് വെള്ളം അവിടെ മാറ്റി വയ്ക്കും.
അപ്പോൾ ആ വെള്ളം കൂടി അതിലൊഴിക്കണം കേട്ടോ. പിന്നെ തേങ്ങ ചിരകിയിട്ട് 2-3 ഉള്ളി ഇട്ടിട്ട് തേങ്ങ നന്നായി അരച്ച് നല്ല നൈസായിട്ട് അരയണം കേട്ടോ, നല്ല സോഫ്റ്റായിട്ട് അരയണം. പിന്നെ ഇപ്പോൾ ഇതേ കക്ക ആദ്യം വെച്ചത് തിളച്ചു, അപ്പോൾ ഞാൻ അതിലിതേ കക്ക വെള്ളം ഒഴിച്ചു കുറച്ച്, എന്നിട്ട് പിന്നെ ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് തിളയ്ക്കണ വരെ ഒന്നുകൂടി അടുപ്പത്ത് വെച്ചു. അപ്പോൾ അത് തിളച്ച് കഴിഞ്ഞ് ഒന്ന് കുറുകുമ്പോൾ നമ്മൾ തേങ്ങ അരച്ചിട്ടുള്ളത് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് തേങ്ങ അരച്ചത് അതിൽ കലക്കി ഒഴിക്കും. പിന്നെ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്കത് കടുക് വറുക്കാം. സാധാരണ മീൻ കൂട്ടാൻ വെക്കണ പോലെ അല്ല കേട്ടോ ഇവിടെ കക്ക വയ്ക്കുക. കക്ക നമ്മൾ ചാറുകൂട്ടാൻ ഇങ്ങനെയാണ് ഇവിടെ വയ്ക്കുക, കടുക് വറുക്കുക ചെയ്യുക, പച്ചക്കറി വെക്കണ പോലെ തന്നെ വയ്ക്കുക. അപ്പോൾ ഇതേ തേങ്ങ ഒഴിച്ച് അത് തിളച്ചു. ഇപ്പം ഞാൻ കടുക് പൊട്ടിച്ച് വേപ്പിലിട്ട് കൂട്ടാൻ കച്ചി വെച്ചു. പിന്നെ കക്ക വറുക്കാനുള്ളത് വേറെ ഉണ്ട്, അതിൻ്റെ വീഡിയോ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഇടണുള്ളൂ. ഇതിൽ കൂടി ആകുമ്പോൾ അത് ഭയങ്കര ലെങ്ത് ആവും വീഡിയോയ്ക്ക്. അപ്പോൾ കക്കക്കൂട്ടാൻ ഇവിടെ റെഡിയായി. ശരിക്കും പറഞ്ഞാൽ കക്ക കൂട്ടാൻ വെച്ചാൽ പിറ്റേ ദിവസത്തേക്കാണ് കൂടുതൽ ടേസ്റ്റ് എന്ന് ഇവിടെ അമ്മയൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.